നിങ്ങൾ ആരുടെയെങ്കിലും പുനർജന്മമാണെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇനി പുനർജനിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഒന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ചിന്ത പറയുന്നത്. എങ്ങനെയാണ്? റീബർത്ത് ഈസ് ദ കണ്ടിന്യൂറ്റി ഓഫ് കോസ്മിക് ധർമ്മ, നോട്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ. പുനർജനിയുടെ വിശ്വരൂപം. പുനർജനി എന്നത് ഒരേ വ്യക്തിയുടെ മടങ്ങിവരലല്ല, വിശ്വത്തിലെ മുകളിലെ സംവിധാനത്തിന്റെ പുതിയ ധർമാവശ്യമാണ് പുതിയ വിന്യാസത്തിന് കാരണമാകുന്നത്. അതനുസരിച്ച് ജൈവ അജൈവ ഘടകങ്ങൾ പുതിയ രീതിയിൽ സംയോജിച്ച് ഒരു പുതിയ ആൽഗോരിതവും പുതിയ പ്രജ്ഞയും രൂപപ്പെടുന്നു. ഈ പ്രജ്ഞ വിശ്വപ്രജ്ഞയുടെ ഒരു തഥാംശമാണ്, മുൻ വ്യക്തിയുടെ പകർപ്പല്ല. അതിനാൽ തുടർന്നു പോകുന്നത് വ്യക്തിയല്ല, വിശ്വധർമ്മത്തിന്റെ ചാക്രിക പ്രവാഹമാണ്. ഇതാണ് പുനർജന്മത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന രീതി. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഇവിടെ ചിന്തയുണർത്തുന്ന ആ പ്രധാന ചോദ്യം ഇതാണ്: പുനർജനിക്കുന്നത് നമ്മളാണോ, അതോ വിശ്വധർമ്മം പുതിയ രൂപത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണോ എന്നുള്ളത്. ഈ രണ്ടാമത് ചോദിച്ച ചോദ്യം സാധാരണ രീതിയിൽ ആളുകൾ ചിന്തിക്കാത്തതാണ്. ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള പല വിധത്തിലുള്ള പ്രയോഗങ്ങൾ, അതായത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന്, സ്വർഗവും നരകവും എന്നുള്ള വേർതിരിവുകൾ ഉണ്ടെന്ന്, അതിനുശേഷം വീണ്ടും അത് പല രീതിയിലേക്ക് തിരിഞ്ഞു പോകുമെന്ന്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ജീവിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് അടുത്ത ജന്മങ്ങൾ തോറും ഇങ്ങനെ കടന്നു പോകുമെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് പല മതങ്ങൾക്ക് പലതരം വിശ്വാസങ്ങളാണുള്ളത്. അപ്പോ പലതരം വിശ്വാസങ്ങൾ ഉള്ളപ്പോ ഇതില് ഏത് ശരി എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. ഏതെങ്കിലും ഒന്ന് ശരി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ നമുക്ക് ഇതിനെ ആധാരമാക്കി നോക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. എല്ലാത്തിനും ആധാരം, എല്ലാ മതങ്ങൾക്കും എല്ലാ ചിന്താപദ്ധതികൾക്കും ആധാരമാകുന്ന പ്രകൃതിയാണ്. കാരണം നമ്മളെല്ലാം പ്രകൃതിയുടെ അകത്താണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പോ പ്രകൃതിയുടെ നിയമങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ, ജന്മത്തിന്റെ, ജനനത്തിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനമാകുന്നത്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ കാണാൻ ശ്രമിക്കുമ്പോൾ, പ്രകൃതി തത്വശാസ്ത്രത്തിന്റെ വഴിയിൽ കാണാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ജനനവും മരണവും പ്രകൃതിയുടെ ഒരു ചാക്രിക ക്രമമാണെന്ന്. ഈ ചാക്രികത എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കാൻ നമുക്ക് പല രീതികളുണ്ട്. അതാണല്ലോ ഈ പുനർജന്മം എന്ന് പറയുന്ന ഒരവസ്ഥ. സത്യത്തിൽ ഒരു സത്ത അവസാനിക്കുമ്പോൾ, ജനിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് അവസാനിക്കുമ്പോൾ ഘടകങ്ങൾ വേർപിരിക്കുന്നു. അത് നമ്മൾ കാണുന്നതാണ്, അല്ലെ? ഘടകങ്ങൾ വേർപിരിയുന്നു. വേർപിരിഞ്ഞ ഘടകങ്ങൾ വീണ്ടും ഒരു പുതിയ ക്രമത്തിൽ ചേരുന്നു. പ്രകൃതിയിൽ ഒന്നും നശിക്കുന്നില്ല, രൂപം മാത്രം മാറുന്നു. അപ്പൊ ഈ പ്രകൃതിയിലെ ഒരു ഘടകം മരിച്ച് അത് വിഘടിച്ചു പോകുന്ന സമയത്ത് അതിന്റെ കോശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ജൈവത എന്ന് പറയുന്നത് മറ്റ് ജൈവ സംവിധാനങ്ങളുടെ പാർട്ടായിട്ട് വീണ്ടും പുനർരൂപീകരണം നടത്തപ്പെടുന്നുണ്ട്, അല്ലെ? അപ്പോ ഇതിങ്ങനെ രൂപം മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ശരിക്കും ഈ ചക്രം എന്ന് പറയുന്നത് ഈ വ്യക്തിയാണോ? ഞാൻ മരിച്ചു എന്ന് വെച്ചാൽ എന്റെ ശരീരമാണോ അവിടെ പുനർജനിക്കുന്നത്? ഞാൻ നാളെ എന്റെ ശരീരത്തിന്റെ ഓരോ കോശവും നാളെ ഒരു ചെടിയുടെ, ഒരു പുൽനാമ്പിന്റെ, അല്ലെങ്കിൽ മറ്റൊരു പുൽനാമ്പിന്റെ, അല്ലെങ്കിൽ വേറൊരു പുൽനാമ്പിന്റെ ഭാഗമായിട്ട്, എന്റെ ഒരേ ശരീരം 3 പുൽനാമ്പിന്റെ, ഒരു മാവിന്റെ, ഒരു ആലിന്റെ ഭാഗമായി മാറുന്നു എന്നിരിക്കട്ടെ. അപ്പോ ഞാൻ എന്നുള്ള വ്യക്തിയാണ് പുനർജനിക്കുന്നത്. അവിടെ ഉള്ള ആത്മാവിനെ പഴിചാരം. ആത്മാവാണ് പുനർജനിക്കുന്നത്, ശരീരമല്ല എന്ന് പറയും. ഈ മനുഷ്യന്റെ വ്യക്തിസത്ത പുനർജനിക്കുന്നുണ്ടോ? അപ്പൊ വ്യക്തി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യക്തി എന്നുള്ളത് ഒരു സ്ഥിരസത്തയല്ല, അല്ലെ? ആണോ? ശരീരവും മനസ്സും അനുഭവങ്ങൾ ചേർന്ന ഒരു താൽക്കാലിക പാറ്റേൺ അല്ലെങ്കിൽ ഒരു വിന്യാസമാണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ശരിക്കും ഒരു വ്യക്തി എന്ന് പറയുന്നത് തന്നെ. എന്റെ ശരീരം, മനസ്സ്, അനുഭവങ്ങൾ, ഇവ എല്ലാം കൂടെ ചേർന്നത്. ഇത് ഉണ്ടാകുന്നതാണ് ജനനം. ഇത് പിരിച്ചുവിടുന്നതാണ്, ഈ വിന്യാസത്തെ പിരിച്ചുവിടുന്നതാണ് മരണം. അപ്പോ വ്യക്തി എന്ന് പറയുന്നത്
പുറത്തേക്കുള്ള ഒരു ഓർക്കസ്ട്രേഷനാണ്. ഓർക്കസ്ട്ര എന്ന് വെച്ചാൽ അറിയാലോ, സ്റ്റേജിൽ ഒരു പാട്ട് പാടുന്ന സമയത്ത് കുറെ സംഗീത ഉപകരണങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു സാങ്കേതികമായ ഒരു സുന്ദരമായ ഒരു ശ്രവ്യ സംവിധാനത്തെ വെളിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഒരു ഗാനമേള അല്ലെങ്കിൽ ഓർക്കസ്ട്ര എന്നൊക്കെ പറയുന്നത് അല്ലെ. ആ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ പിരിച്ചുവിട്ടു. ഓരോരുത്തരും അവരുടെ മറ്റേ ഉപകരണങ്ങൾ എടുത്തിട്ട് പിരിഞ്ഞു പോയി. അപ്പൊ പിന്നെ ആ ഓർക്കസ്ട്ര എന്നുള്ളത് അവിടെ ഇല്ല. അപ്പൊ മരണം എന്ന് പറയുമ്പോഴും ഈ പഴയ വ്യക്തി അതേപടി തിരികെ വരുന്നില്ല. പുതിയൊരു വിന്യാസം ഉണ്ടാകുന്നതിലേക്ക് വീണ്ടും അത് വഴിപ്പെട്ടേക്കാം. പലതരം വിന്യാസങ്ങളുണ്ട് ഇവിടെ. അവിടെ ഒരു പുതിയ പ്രജ്ഞ രൂപപ്പെടുന്നു. പുതിയ ഈ ഓർക്കസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് അതിനൊരു കമ്പോസർ ഉണ്ടാവില്ല. കമ്പോസർ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുന്നു എന്നുള്ളതല്ല. എങ്ങനെയാണ് ഈ പുതിയ പ്രജ്ഞ രൂപപ്പെടുന്നത്, ആ പുതിയ ഓർക്കസ്ട്രേഷൻ രൂപപ്പെടുന്നത്? നമ്മുടെ വ്യവസ്ഥാ നിയമപ്രകാരം നമ്മൾ പല വ്യവസ്ഥകളായി തട്ടുകളായി ഇങ്ങനെ നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ഒരു വലിയ വ്യവസ്ഥ, അതിനകത്ത് കുറെ ചെറിയ വ്യവസ്ഥകൾ, അതിനകത്ത് ഓരോ ചെറിയ വ്യവസ്ഥക്കകത്തും കുഞ്ഞു 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 വ്യവസ്ഥകൾ എന്നുള്ള രീതിയിൽ. അപ്പോ ഉപരിവ്യവസ്ഥ, ഞാൻ നിൽക്കുന്ന ഒരു വ്യവസ്ഥാ തരം എന്ന് പറയുന്നത് എന്റെ ഉപരിവ്യവസ്ഥയ്ക്ക് അകത്താണ് ജീവിക്കുന്നത്. ആ ഉപരിവ്യവസ്ഥയുടെ ഒരു ധർമ്മം നിർവഹിക്കാനാണ് ഞാൻ ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോ ഒരു ഉപരിവ്യവസ്ഥയുടെ ഒരു ധർമ്മത്തിന്റെ ആവശ്യം വരുന്ന സമയത്ത് ഒരു പുതിയ വിന്യാസം ഇവിടെ ഉണ്ടാകേണ്ടി വരുന്നുണ്ട്. അപ്പോ മുകളിലെ സംവിധാനത്തിനനുസരിച്ച് ഒരു പുതിയ ധർമ്മ ആവശ്യം ഇവിടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതല്ല, ഈ വ്യവസ്ഥയ്ക്ക് അകത്തുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോ ധർമ്മം ഈ വ്യക്തിയിൽ നിന്നല്ല, മുകളിലെ സംവിധാനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്റെ ധർമ്മം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഉപരിവ്യവസ്ഥയാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ ഏത് വഴിക്ക് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ആ താൽക്കാലികമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഉപരിവ്യവസ്ഥയുടെ ധർമാവശ്യമാണ് ഇത് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ധർമ്മത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പുതിയ ആൽഗരിതം അല്ലെങ്കിൽ ഒരു പാറ്റേണിനെ രൂപപ്പെടുത്തും. ഇപ്പോ എന്റെ ശരീരത്തിന് ചൊറിച്ചിൽ മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എന്റെ ആവശ്യമായിട്ട് മുൻപോട്ട് വരുമ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം കൈയുടെ അകത്തേക്ക് ഒരു പുതിയ പാറ്റേൺ ആയിട്ട് എനിക്ക് നല്ലപോലെ ചൊറിയുന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. കൊതുക് കടിച്ച് നമ്മൾ ഉടനെ കൈ ഇങ്ങനെ കൊണ്ടുപോകും. ഈ കൈയുടെ ആ ചലനം എന്ന് പറയുന്നത് ഏത് രൂപത്തിൽ വരണം എന്നുള്ളത് എന്റെ ആവശ്യമാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ആവശ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകുന്ന ധർമ്മം, ആ ധർമ്മത്തിനനുസരിച്ച് ഇവിടെയുള്ള എന്റെ ശരീരത്തിനനുസരിച്ച് കയ്യിലെ ഘടകങ്ങളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ സമീകരിച്ച് നിന്ന് അതിങ്ങനെ ആ ഒരു പ്രവർത്തനം നടത്തും. അതുപോലെ ഒരാവശ്യമുണ്ടാവും, ഇത് നിലവിലുള്ളതാണ്, എന്റെ കൈ എന്ന് പറയുന്നത് നിലവിലുള്ളതാണ്. അതുപോലെ ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരം അവിടെ അതാത് സമയത്ത് ആൽഗരിതങ്ങൾ അല്ലെങ്കിൽ പാറ്റേണുകൾ പ്രവർത്തിക്കാനായിട്ട് അവിടെ അതിന്റെ അകത്തുള്ള കുറെ ഘടകങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ പുനർവിന്യസിക്കും. ഈ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ സ്റ്റേഡിയത്തില് ഈ നർത്തകര് മറ്റേ നൃത്തം ചെയ്യുന്നത്, ആ ഉദ്ഘാടന ചടങ്ങിൽ നർത്തകർ നൃത്തം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. ദൂരെ നിന്നുള്ള ക്യാമറയിൽ കാണാറുണ്ട്. ഇപ്പൊ ആണെങ്കിൽ ഡ്രോൺ ഒക്കെ വന്നുകൊണ്ട് മോളിൽ നിന്നുള്ള ഇതൊക്കെ കാണാറുണ്ട്. ഈ കാണുന്ന സമയത്ത് നൃത്ത സമൂഹത്തിന് ഒരു പ്രത്യേക വിന്യാസം, ഈ ഒളിമ്പിക്സിന്റെ ആ 5 റിങ്ങുകൾ കാണിക്കും, പിന്നെ ചിത്രശലഭമായിട്ട് മാറും. അതിനുശേഷം അത് ഏത് രാജ്യത്താണോ അത് കളിക്കുന്നതിന്റെ നാഷണൽ ഫ്ലാഗ് ആയിട്ട് മാറും. ഇങ്ങനെ പല രൂപത്തിൽ ഇത് മാറുന്നത് കാണാം. കളിക്കുന്നത് ഒരേ നർത്തകര്, പക്ഷെ ഇത് രൂപം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരഡോസ്കോപ്പില്ലേ, 3 കണ്ണാടിച്ചിൽ വെച്ച് കുപ്പികളൊക്കെ ഇട്ടിട്ട് വളപ്പൊട്ടുകളൊക്കെ ഇട്ട് അതിലിങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥയില്ലേ. അതിന് ആകെ വളപ്പൊട്ടുകൾ 2-3 കളറിലുള്ള വളപ്പൊട്ടുകൾ അതിനകത്തിട്ട് തിരിക്കുന്നു. ഓരോ പ്രാവശ്യം തിരിക്കുമ്പോഴും ഓരോ തരം വിന്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോ ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അത് ഇങ്ങനെ പുതിയ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരമുള്ള ഒരു പുതിയ പ്രജ്ഞ ഇവിടെ ഉണ്ടാവുന്നത്. ആ പ്രജ്ഞയാണ് ഇതെല്ലാം ഒഴിവാക്കുന്നത്. ഈ പ്രജ്ഞ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ജീവൻ അല്ലെങ്കിൽ ജീവന്റെ ബുദ്ധി എന്ന് വേണേൽ പറയാം. ആ പ്രജ്ഞ എന്ന് പറയുന്നത് ഉപരിയായിട്ടുള്ള വ്യവസ്ഥയുടെ, അതായത് പരമമായിട്ടുള്ള വ്യവസ്ഥയുടെ വിശ്വപ്രജ്ഞയുടെ ഒരു തഥാംശം ആണ്. തഥാംശത്തിന് നമ്മൾ ഫ്രാക്ടൽ എന്ന് പറയാം. ഫ്രാക്ടൽ എന്ന് വെച്ചാൽ വലിയതിനെ എടുത്ത് ഒരു ഭാഗം മുറിച്ചിട്ട് ഇങ്ങനെ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ ഈ വലുതിനെ തന്നെ കാണാമെന്ന് പറയുന്നതാണ് തഥാംശം അല്ലെ. പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മാംശമാണ് മനുഷ്യൻ എന്ന് പറയാറുണ്ട് അല്ലെ.
മൈക്രോകോസം മാക്രോകോസം എന്ന് പറയാറുണ്ട്. മാക്രോകോസം എന്ന് പറയുന്നത് പ്രപഞ്ചം, മൈക്രോകോസം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് വെച്ചാൽ വിശ്വത്തിന്റെ അതേ സ്വഭാവം മനുഷ്യൻ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇത് മനുഷ്യന്റെ കാര്യത്തില്ല, സർവ്വകോശങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ ഈ നമ്മൾ ഇവിടെ ലോക്കലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രജ്ഞ, ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരം ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രജ്ഞ, ആ പ്രജ്ഞയാണ് ഓർക്കസ്ട്രേഷൻ നടത്തുന്നത് കേട്ടോ. ആ ഓർക്കസ്ട്രേഷൻ നടത്തുന്ന ആ ഒന്ന് ഉപരിവ്യവസ്ഥയായ അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള വ്യവസ്ഥയായ വിശ്വപ്രജ്ഞയുടെ ഒരു തഥാംശമാണ്, ഒരു ചെറിയ ഫ്രാക്ടലാണ്. അത് അതിന്റെ പകർപ്പല്ല. ഈ വിശ്വപ്രജ്ഞ എന്നുള്ള അവസ്ഥയുടെ ഒരു കോപ്പിയല്ല ഈ സാധനം. ഇത് പുതുതായി പ്രത്യക്ഷമാകുന്നതാണ്. ഈ പ്രജ്ഞ ഇവിടെ പുതുതായി പ്രത്യക്ഷമാകുന്നതാണ്. അതിനെ കോപ്പി ചെയ്തുണ്ടാവുന്നതല്ല. അതുപോലെയുള്ള പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കുന്നു. അത് വൃത്തത്തിൽ ചലിക്കുന്നു, ഇവിടെയും വൃത്തത്തിൽ ചലിക്കുന്നുവെങ്കിൽ അതാണ് ഇതെന്ന് പറയാൻ കഴിയില്ല. അതിന്റെ കോപ്പിയാണ് ഇതെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ ഒരു തഥാംശം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ സൂക്ഷ്മാംശം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ തഥാംശം എന്നുള്ള പദം ഒന്നുകൂടെ മനസ്സിലാക്കുക. ഒന്ന്, സമഗ്രമായി നിൽക്കുന്ന ആ സംവിധാനത്തിന്റെ സൂക്ഷ്മമായ പ്രതിഫലനമാണ് തഥാംശം എന്ന് പറയുന്നത്. ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങളും പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ തന്നെ പ്രവർത്തന തത്വം കാണാറുണ്ട്. ഇപ്പൊ നമ്മള് ഈ ഇലക്ട്രോഡുകളുടെ ചിത്രം വരയ്ക്കുന്നത് നമ്മള് ഈ ഗൂഗിളിലൊക്കെ തപ്പി നോക്കിയാൽ മതി. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വട്ടം കിട്ടും. കോസ്മോസ് എന്ന് പറഞ്ഞ് ഉണ്ടെങ്കിൽ, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചിത്രം കിട്ടും. ഏതാണ്ട് രണ്ടും ഒരുപോലെ ഉണ്ടാവും അല്ലെ? ഒരു ദ്രവ്യത്തിന്റെ ക്വാണ്ടം മണ്ഡലം എന്ന് പറഞ്ഞിട്ട് നോക്കുക, കോസ്മോസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്യുക, ഇത് ഒരേപോലത്തെ ചിത്രമാണ് കിട്ടുക. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ വലിയ ആ വിശ്വധർമ്മത്തിന്റെ, വിശ്വസത്തയുടെ അല്ലെങ്കിൽ വിശ്വ സംവിധാനത്തിന്റെ സൂക്ഷ്മമായ പ്രതിഫലനമാണ്. ആ സൂക്ഷ്മതയില് ആ മഹത്തായ സംവിധാനത്തിന്റെ ആ ഒരു ജീവന്റെ പ്രകടനമുണ്ടല്ലോ, അത് കാണിക്കാൻ പറ്റുന്നുള്ളതാണ്. അതിന്റെ ആ മഹത്തായ സംവിധാനത്തിന്റെ സ്വഭാവം എന്താണോ അത് ഇവിടെ കാണും. അതിന്റെ ജീവൻ എന്ന് വെച്ചാൽ എന്താ? സ്വയം നിർദ്ധാരകത്വം അല്ലെ? ആ സ്വയം നിർദ്ധാരണം ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്തും കാണാൻ കഴിയും. ഇവിടെയുള്ള ഓരോ ജീവനും ആ വിശ്വത്തിന്റെ ആ സ്വയം നിർദ്ധാരണ സംവിധാനത്തിന്റെ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രകടനമാണ്. ഇത് സമഗ്രതയെ റെപ്രസെന്റ് ചെയ്യണം. ആ ഉപരിയായിട്ടുള്ള ഏറ്റവും വിശ്വമായിട്ടുള്ള അവസ്ഥയുടെ അതിന്റെ റെപ്രസെന്റേഷനാണ്, അതിന്റെ റെപ്പിറ്റേഷൻ അല്ല, ആവർത്തിച്ചു വരുന്നതല്ല. എന്നുവെച്ചാൽ അത് വീണ്ടും 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 ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാര്യം പുതുതായി പ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ, ഒരു പുതിയ പ്രജ്ഞ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരം അത് പ്രവർത്തിക്കുന്നു. അതെങ്ങനെ പ്രവർത്തിക്കുന്നു? ഉപരിവ്യവസ്ഥയെ പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഉപരിവ്യവസ്ഥയെ പോലെ പ്രവർത്തിക്കുന്ന ഒന്നിനെ കാണുന്നു, ഉപരിവ്യവസ്ഥയെ പോലെ അതിനകത്ത് തന്നെ വേറൊരു കാര്യം കൂടെ ഇതുപോലെ പ്രവർത്തിക്കുന്നു. ഈ രണ്ടും സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ രണ്ടും ഒന്നാണ് എന്ന് പറയാൻ കഴിയും? അല്ല, രണ്ടും ഒന്നല്ല, രണ്ടാ. പക്ഷെ നമുക്ക് രണ്ടും ഒന്നിന്റെ ഭാഗമായതുകൊണ്ട്, ഒന്നിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്, സമാനമായി നമുക്ക് തോന്നും എന്നുള്ളതാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തരം ഇവ തമ്മിൽ ഒരു ബന്ധിതമായിട്ടുള്ള ഒരു സാമ്യത അല്ലെങ്കിൽ സദൃശ സ്വഭാവം കാണാൻ നമുക്ക് പറ്റും. ഞാനീ പറഞ്ഞ ഈ അതിനകത്തുള്ള ഒന്ന്, വലിയ വ്യവസ്ഥയ്ക്കകത്തുള്ള ഒന്ന്, വലിയ വ്യവസ്ഥയ്ക്കുള്ള രണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒന്നും രണ്ടും ഉണ്ടെന്നിരിക്കട്ടെ. ഈ രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പകർപ്പല്ല രണ്ടാമത്തേത്, എന്നാൽ ഒരേപോലുള്ള സ്വഭാവം പ്രകടിപ്പിക്കും. അതിനെയാണ് ഈ എൻടാങ്കിൾഡ് സിമിലർ ഈവന്റ് എന്ന് പറയുന്നത്, ബന്ധിത സദൃശ്യ സംഭവം എന്ന് പറയുന്നത്. ഒരേപോലെയുള്ള സ്വഭാവം പ്രകടിപ്പിക്കും, സമാനമായിട്ടുള്ള ജീവിത പാഠങ്ങൾ ആവർത്തിക്കും. അവിടെ ഈ സമാനത എന്ന് പറയുന്നത് ആ വിശ്വധർമ്മം എന്താണോ അത് പുതിയ രൂപത്തെ പ്രത്യക്ഷമാക്കുന്നു. ഇവിടെ ഒരു സംഭവത്തെ കാണിക്കുന്നു, ആ വിശ്വധർമ്മം എന്ന് പറയുന്നത് വേറൊരു രൂപത്തെ കാണിക്കുന്നു, അവിടെയും ഇത് തന്നെ കാണിക്കുന്നു. അപ്പോൾ നമുക്കിത് രണ്ടിലും സമാനത കാണുമ്പോൾ, സിമിലർ ആയിട്ടുള്ള എൻടാങ്കിൾഡ് ആയിട്ടുള്ള സിമിലർ ഈവന്റ് കാണുന്ന സമയത്ത് നമ്മൾ ഇതിനെ എന്താ പറയാ, ഒന്നിന്റെ പുനർജന്മമായിട്ട്, ഏതോ ഒന്ന് മുൻപ് നടന്ന ഒന്നിന്റെ പുനർജന്മമായിട്ട്, ഒന്ന് പുനർജനിച്ചതാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ജീവിതത്തിനും ഓരോ ധർമ്മമുണ്ട് അല്ലെ? ജീവൻ ഉണ്ടാകുന്നത്, ജീവിതം ഉണ്ടാകുന്നത് ഒരു പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ ധർമ്മമുണ്ട്. അവിടെ ധർമ്മം നടപ്പിലാക്കാനായിട്ടാണ് ഈ ഓരോ ജീവനും ഉണ്ടായിട്ടുള്ളത്. അപ്പോ അത് ധർമ്മം നടപ്പിലാക്കേണ്ടതുണ്ട്. പക്ഷെ എല്ലാവർക്കും ധർമ്മം നടപ്പിലാക്കാൻ കഴിയുമോ?
ഇല്ല, കഴിയാതെ പോകാം അല്ലെ. അപ്പൊ ഞാൻ ജനിച്ചു, എന്റെ ഉള്ളിൽ നിയുക്തമായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയണമെന്നില്ല. കാരണം ധർമ്മം നടപ്പിലാക്കേണ്ട ഉപരിവ്യവസ്ഥയുടെ ആവശ്യമാണ്. എന്നെ കൊണ്ട് അത്രയും കൂട്ടിയാൽ കൂടില്ല ചിലപ്പോ. അപ്പോ എന്തോ എന്റെ ധർമ്മം പൂർത്തീകരിക്കാതെ എന്റെ ശരീരത്തിന്റെ കപ്പാസിറ്റി കഴിഞ്ഞാൽ ഞാൻ എവിടം വിട്ടങ്ങ് പോകും. എന്നുവെച്ചാൽ ഞാൻ ഡിസഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോ എന്റെ ധർമ്മം നഷ്ടാവോ? ഞാൻ പൂർത്തീകരിച്ചില്ല എന്നേ ഉള്ളൂ. എന്റെ ധർമ്മം എന്നുള്ളൊരു കാര്യം അവിടെയുണ്ട്. ആ ധർമ്മം വിശ്വത്തിൽ നഷ്ടമാവില്ല. വിശ്വത്തിൽ ആ ധർമ്മം അതെങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, അത് പൂർത്തീകരിക്കാതെ നിലനിൽക്കുകയാണ്. അപ്പോ ഈ ധർമ്മം നടപ്പിലാക്കാൻ അടുത്ത ഒരു പണി, ഇപ്പൊ എന്റെ തോട്ടത്തില് ഒരു പണിക്കാരനുണ്ട്. അവനോട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. അവനൊരു ദിവസം പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പണികൾ പിന്നെ വേറെ ആരെയും ചെയ്യാം. ഇവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ ഞാൻ അവിടെ കൊണ്ട് നിർത്തും. മറ്റവൻ ചെയ്തതിന്റെ തുടർച്ചയായിരിക്കും ഇയാൾ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ചെയ്തതുപോലെ തന്നെ ആയിരിക്കും ചെയ്യും. അപ്പോ ഈ ആദ്യം പോയ വ്യക്തിയുടെ മടങ്ങി വരവാണോ ഇത്? അല്ല, അത് ആ വിശ്വക്രമത്തിന്റെ, ആ തോട്ടത്തിന്റെ ക്രമത്തിന്റെ തുടർച്ചയാണ്. അതായത് വിശ്വക്രമത്തിന്റെ തുടർച്ചയാണ്. അപ്പോ ഞാനിവിടെ വിശ്വത്തിന്റെ ഒരു ധർമ്മം നിർവഹിക്കാനായിട്ട് ജനിച്ചതാണെങ്കിൽ എന്റെ ധർമ്മം പൂർത്തീകരിക്കാതെ ഞാൻ ഡിസിന്റഗ്രേറ്റ് ചെയ്തു പോയാൽ ഈ ധർമ്മത്തെ തുടരാനായിട്ട് വിശ്വം തന്നെ ഒരു സംവിധാനത്തെ വീണ്ടും ഉരുവാക്കും. ആ ഉരുവാക്കുന്നത് എന്റെ പുനർജന്മമാണെന്ന് പറയാൻ കഴിയില്ല. ഇവിടുത്തെ ഇച്ഛകളും പ്രേരണകളും ആരുടെ? വ്യക്തിപരമാണ്. ഞാൻ കാണിക്കുന്ന ഇച്ഛ എന്ന് പറയുന്നത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ എന്റെ തോട്ടത്തിൽ പണിയുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരു തോട്ടത്തിലെ ആ പണികളിലൂടെ ഞാൻ പോകുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ ആരുടെ കമാൻഡാണ്? പ്രാദേശികമായിട്ട് ചില ഇച്ഛകളൊക്കെ എനിക്ക് ഉണ്ടാകുമെങ്കിലും ഈ പ്രേരണകൾ എന്ന് പറയുന്നത് വിശ്വത്തിന്റെ ആ മൊത്തം ധർമ്മത്തിന്റെ ഒരു ഒഴുക്കാണ്. മുതലാളിയുടെ നിർദ്ദേശമാണ് തോട്ടക്കാരന്റെ ജോലിയായിട്ട് മാറുന്നത്. അതൊരു ഒഴുക്കാണ്. അത് ശരിക്കും വ്യക്തിഗതമല്ല. അവിടെ ഈ തോട്ടക്കാരൻ ഒരു ഉപാധിയായി മാറുകയാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിനകത്ത് മനുഷ്യനൊരു ഉപാധിയായിട്ട് മാറുകയാണ്, ഒരു ടൂളായിട്ട് മാറുകയാണ്. വിശ്വധർമ്മം ഈ സത്തകളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് സൃഷ്ടിയുടെ ഒരു നൈരന്തര്യം എന്ന് പറയുന്നത്, ഒരു കണ്ടിന്യൂയം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പോസ്റ്ററിൽ ആ കണ്ടിന്യൂറ്റിയെ കുറിച്ച് പറഞ്ഞത്. ഈ ഒളിമ്പസ് ഇതിനെ കാണുന്നത്, പുനർജന്മത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് വ്യക്തിയല്ല ഈ പുനർജനിക്കുന്നത്, വിന്യാസമാണ്, ഒരു പാറ്റേൺ ആണ് പുനർജനിക്കുന്നത്. എന്താണ് ഒരു സത്തയുടെ ധർമ്മം? ആ ധർമ്മമാണ് ഒരു പുതിയ വിന്യാസം ഉരുവപ്പെടുന്നതിന്, അത് പ്രത്യക്ഷമാകുന്നതിന് കാരണമാകുന്നത്. ഈ ധർമ്മം എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ പുതിയ ജന്മം ഉണ്ടാകുമ്പോഴും അത് പുതിയ ധർമ്മത്തിന് വേണ്ടിയില്ല. ആ ധർമ്മം ഇതിനു മുമ്പുണ്ടായിരുന്ന ധർമ്മത്തിന്റെ തുടർച്ചയോ അല്ലെങ്കിൽ പുതിയൊരു ധർമ്മത്തിലേക്കുള്ള പുതിയ പ്രജ്ഞയാണ്. അത് പുനർജന്മമല്ല, വിശ്വധർമ്മത്തിന്റെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള എമർജൻസ് ആണ്, പുതിയ പ്രകടനമാണ്, എക്സ്പ്രഷനാണ്. ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം. അതായത് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നു എന്ന ആശയമല്ല നമ്മൾ ഈ പുനർജന്മം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. മുകളിലെ സംവിധാനത്തിന്റെ ഉപരിവ്യവസ്ഥയുടെ ഒരു പുതിയ ധർമ്മ ആവശ്യമാണ് ഈ ഒരു പുതിയ വിന്യാസം പ്രത്യക്ഷമാകാൻ കാരണമാകും. അത് അനേകം ജൈവ അജൈവ ഘടകങ്ങളെ ഒരുമിച്ച് സംയോജിപ്പിച്ചിട്ട് ഒരു പുതിയ ഫോർമുല, ഒരു പുതിയ ആൽഗോരിതം ഉണ്ടാക്കിയിട്ട് അത് അവിടെ പ്രത്യക്ഷമാക്കും. ഈ ആൽഗോരിതം എന്ന് പറയുന്നത് വിശ്വപ്രജ്ഞയുടെ, ആ മഹാപ്രജ്ഞയുടെ തന്നെ ഒരു ഫ്രാക്ടലാണ്, ഒരു തഥാംശം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരിക്കലും വേറൊരു വ്യക്തിയുടെ പകർപ്പല്ല. വേറൊരു വ്യക്തി തീർന്നു പോയപ്പോ അത് വീണ്ടും ഉണ്ടായി വന്നതല്ല. അപ്പോ ഈ ഒരു ബന്ധിതമായിട്ടുള്ള, എൻടാങ്കിൾഡ് ആയിട്ടുള്ള സദൃശ്യ സംഭവങ്ങളുണ്ട് അല്ലെ. ആ വിശ്വത്തിന്റെ സദൃശ്യ സംഭവങ്ങളുടെ ആവർത്തനമാണ് നമുക്ക് പുനർജന്മമായിട്ട് തോന്നുന്നത്. ഈ കുട്ടിക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോ, ആ കുട്ടി ഇത്രയേ ആയിട്ടുള്ളൂ, എന്നിട്ടും അതിങ്ങനെ കാണിക്കുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഒരു പുനർജന്മ സംഭവത്തെ, അല്ല റിപ്പീറ്റഡ് ഈവന്റിന്റെ ഒരു റിപ്പീറ്റേഷനാണ്. അപ്പോൾ വ്യക്തിയല്ല തുടർന്നു പോകുന്നത്, പുനർജന്മം എന്ന് പറയുന്നതിൽ വ്യക്തിയല്ല തുടർന്നു പോകുന്നത്, വിശ്വധർമ്മത്തിന്റെ അനന്തമായ ചാക്രിക പ്രവാഹമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതവും ഇതുപോലെ അനന്തമായ ഒരു ചാക്രിക പ്രവാഹത്തിന്റെ ഭാഗമാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ധർമ്മം പാലിക്കുക എന്നത് മാത്രമാണ്. അതല്ലാതെ നിങ്ങൾ ഒരു ജന്മത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചിട്ട് ജീവിക്കുകയല്ല. നിങ്ങൾക്ക് നിയുക്തമായിട്ടുള്ള ധർമ്മങ്ങളുടെ ധർമ്മത്തെ അറിഞ്ഞ് അത് നിർവഹിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.